പുലർച്ചെ 4 മണി സമയത്ത് ആലപ്പുഴയിലെ ഈ കായലോരത്ത് ഞാൻ എന്തിനാ വന്നതെന്നറിയോ? പറയാം. ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. ഞാനങ്ങനെ രാവിലെ ഒരു 3 മണി സമയത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ നമ്മുടെ പവിത്രൻ ചിറ്റപ്പനെ എടുത്തിട്ട് 40 കലിങ്ക് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വരെയുള്ള റോഡ്. അപ്പോൾ ഇദ്ദേഹമാണ് പവിത്രൻ ചിറ്റപ്പൻ. അദ്ദേഹം കടും കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? കൊച്ചുണ്ണി അല്ലേ? അത് കൊച്ചുണ്ണി. കൊച്ചുണ്ണി ചേട്ടൻ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ചിറ്റപ്പനും കൂടിയിട്ട് നമ്മുടെ കൊച്ചുണ്ണി ചേട്ടൻ വള്ളം കെട്ടിയിടുന്ന ആ ഭാഗത്തേക്ക് നടന്നിട്ട് പോയിട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കൊച്ചുണ്ണി ചേട്ടൻ വന്നിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ചെറിയ തയ്യാറെടുപ്പൊക്കെ നടത്തുമായിരുന്നു. ഞങ്ങൾ കുറച്ച് സംസാരിച്ച് നിന്ന് വള്ളത്തിൽ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു ആൾ കൂടി വന്നു. ഇതാരാണ്? നമ്മുടെ ഒരു പയ്യനാ. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ പേരെന്താ? മോനിച്ചൻ. ഓക്കെ. തീർച്ചയായിട്ടും. അതെ. മോനിച്ചൻ ചേട്ടൻ പറഞ്ഞതുപോലെ അവരുടെ ഇന്നത്തെ മുഴുവൻ അഭ്യാസം നമുക്ക് നേരിട്ട് കാണണം. ഞാൻ എന്തായാലും വള്ളത്തിൽ കയറി. പുറപ്പെടുന്നതിന് മുമ്പുള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെ അവർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനിച്ചൻ ചേട്ടൻ പെട്രോളൊക്കെ എടുത്ത് എൻജിനിൽ ഒഴിച്ചു. ഈ പണിയൊക്കെ ചെയ്യുമ്പോഴും അവരിങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ. ഈ സമയമായതുകൊണ്ട് നല്ല സൈലൻ്റ് ആണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മോനിച്ചൻ ചേട്ടൻ സെറ്റായിട്ട് വള്ളം കൊണ്ട് പുറപ്പെട്ടു. അതിനുശേഷം ഉടൻ തന്നെ നമ്മുടെ ഊന്നാൻ ഉപയോഗിക്കുന്ന മുളവടിയൊക്കെ എടുത്ത് ഒതുക്കി വള്ളത്തിൻ്റെ സൈഡിൽ വെച്ചതിന് ശേഷം എൻജിൻ സ്റ്റാർട്ടാക്കി നമ്മളെ വള്ളം പുറപ്പെട്ടു. സത്യത്തിൽ ഞാൻ ഈ സ്ഥലത്ത് ഇന്നലെ വന്നതാണ് കേട്ടോ. അതായത് കോട്ടയത്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് 2 ദിവസം ആലപ്പുഴ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ഷമീറിൻ്റെ അടുത്ത് പോയി ഷമീറിനോട് സംസാരിച്ചപ്പോൾ ഷമീറിൻ്റെ സുഹൃത്തായിട്ടുള്ള സന്തോഷിനെ വിളിച്ചു. അങ്ങനെ ഷമീറും സന്തോഷും ഞാനും കൂടെ ഇന്നലെ ഇവിടെ ഈ കാവാലം എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കേട്ടോ. അപ്പോൾ സന്തോഷിൻ്റെ ചിറ്റപ്പനാണ് നമ്മൾ നേരത്തെ കണ്ട പവിത്രൻ ചിറ്റപ്പൻ. അങ്ങനെ ചിറ്റപ്പൻ്റെ കോൺടാക്ട്സിൽ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. സന്തോഷ് നമ്പർ തന്നിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ജിനു എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ വള്ളത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിന് നടുവിലാട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് അവരുടെ വീട്. നമ്മൾ ആ വീട്ടിൽ നാളെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നപ്പോഴാണ് നമുക്ക് ഈ കൊച്ചുണ്ണിച്ചേട്ടൻ്റെ കോൺടാക്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും ജീവിതം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ വള്ളത്തിൽ പോവുക, ബോട്ടിൽ പോവുക, കായൽ, കടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ആ സ്ഥലത്തെ ആളുകൾ മീൻ പിടിക്കുന്നതും അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കാണാൻ വേണ്ടിയിട്ടും വീഡിയോ ചെയ്യാനും പരമാവധി ട്രൈ ചെയ്യാറുണ്ട്. ഇത് പക്ഷേ മീൻ പിടിക്കുന്ന പരിപാടിയല്ല, വെള്ളത്തിൽ പോയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഉപജീവനത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കഴിയുന്ന ഇവരുടെ ജീവിതം നമുക്കൊന്ന് കണ്ടേ പറ്റൂ. ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എത്തിയില്ലേ ഇപ്പോൾ? അല്ലല്ല, ഒരു 6 മണി നേരം അല്ല, സ്ഥലം ഇതല്ലേ? ഓക്കെ. ഈ സമയം ഇപ്പൊ 6 മണി ആയല്ലോ. 6 മണിയായി, പക്ഷെ വിളിച്ചില്ല അല്ലേ? 10 മിനിറ്റ് ഇറങ്ങും. ഓക്കെ. ചായ കുടിക്കണോ? കൊണ്ടുവരുമോ? ഫുഡൊക്കെ കൊണ്ടുവരുമോ? ചിലപ്പോൾ ചായ കുടിക്കുന്നോ? അവിടെ തന്നെയാണോ വീട്? അടുത്തടുത്താ. അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അങ്ങനെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം അവർക്ക് ജോലി തുടങ്ങാനുള്ള ഒരു വെളിച്ചമൊക്കെ വന്നു. നേരം വെളുത്തു. മോട്ടോർ അവിടെ മുട്ടമ്പുറത്ത് വരെ വരും. ഒന്നും കാണുന്നില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വേറെ ഡ്രസ്സ് മാറ്റും. ഞങ്ങളിവിടെ വരുന്ന ചിലപ്പോ സമയത്തൊക്കെ തുണി ഇല്ലാതൊക്കെ ഇറങ്ങി. ഇപ്പൊ അതൊന്നും അല്ല, ഇപ്പൊ അതൊക്കെ മാറി. അതല്ലേ? അപ്പൊ പിന്നെ തുണി നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിക്കറൊക്കെ ഇട്ട്. അതെ. അതല്ല, പിള്ളേരൊക്കെ വളർന്നപ്പോ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ നമുക്കും കാര്യം. അതായത് ആളില്ലാത്ത സ്ഥലത്താണെങ്കിലും നിക്കറിടണമെന്ന് പറഞ്ഞു തന്നവര്. അതാണ്. കൊള്ളാം. അങ്ങനെയൊക്കെയുള്ള പണിയായിരുന്നു പണ്ട്. ഇറങ്ങാറായല്ലേ? എന്താ തേക്കുന്നേ? വെളിച്ചെണ്ണ. ശരീരം മൊത്തം തേക്കാണോ? അതെന്തിനാ? വെള്ളം പിടിക്കല്ല.
ഓ അങ്ങനെ ആ അത് ശരി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 20-ാം വയസ്സിലാന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ആലപ്പുഴക്ക് വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വന്നേ. അന്നാണ് ആദ്യമായിട്ട് വള്ളംകളി കണ്ടുകൊണ്ടിരിക്കെ ആ ഗാലറിയിലേക്ക് ഒരു ചേച്ചി വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കക്കയിറച്ചി കഴിക്കുന്നത് കേട്ടോ. കപ്പേൻ്റെ കൂടെ കക്കയിറച്ചിയും കൂടി മിക്സ് ചെയ്ത് വെച്ചൊരു വിഭവമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഈ ആലപ്പുഴ വരുമ്പോൾ കള്ള് ഷാപ്പിൽ നിന്നും ചില വീടുകളിൽ നിന്നൊക്കെ ഞാൻ ഈ കക്കയിറച്ചി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ആ പറയപ്പെട്ട കക്ക വാരുന്ന തൊഴിലാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. ആ ഓ ആ കഴുക്കോലും കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കും. ആ ശബ്ദം നോക്കിയിട്ടാണ് ഉണ്ടോ ഇല്ലെന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഈ കായലിൻ്റെ അടിത്തട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ഈ കക്ക വാരിയെടുക്കുന്നതെന്നും അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എന്തൊക്കെയാണെന്നും അതിനവർക്ക് എന്തൊക്കെ വില കിട്ടുമെന്നും എങ്ങനെയാണ് അത് വെച്ചിട്ട് അവർ ഉപജീവനം കഴിക്കുന്നതെന്നും ഒക്കെ വിശദമായിട്ട് നമുക്ക് കാണാം. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് പണി തുടങ്ങാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഈ സ്ഥലത്തിന് എന്താ പറയാ? ഇത് കാവാലം തരിശ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇറങ്ങാൻ പോവാണല്ലേ. ഈ കമ്പ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൽ കെട്ടിയിടുക. ആ ഓക്കെ ഓക്കെ. വെള്ളം അതിനകത്ത് കെട്ടിയിടാൻ കേട്ടോ. ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ കൊച്ചുണ്ണിയേട്ടൻ മുങ്ങിട്ടോ. ഇത് വെള്ളത്തിൽ മുങ്ങിയിട്ട് കക്ക വാരുന്ന രീതിയിലുള്ളൊരു പണിയാണ്. വേറെയും ചില രീതികളുണ്ട് ഇത്ര, അത് നമുക്ക് വഴിയെ കാണാം. വേറെ പല്ലിക്ക് വലിക്കുന്ന കാണാം. ആ ഓക്കെ ഓക്കെ. ഓ ഇത് വേണ്ട, ആ കൂടെ അരയിൽ കെട്ടി. ആ ഓക്കെ ഓക്കെ. ഇനി അതിലേക്ക് ഇങ്ങനെ വാരിയിടും അല്ലേ. ഇത് പെറുക്കിയെടുക്കുന്ന പരിപാടി. ആ ഇതിപ്പോ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കുറച്ച് ആദ്യം കിട്ടിയത് ഇവിടെ കൊണ്ടിട്ടാണല്ലേ. അല്ല അത് എപ്പോഴും ഉള്ളതാ. ആ ഓക്കെ. വിശ്വാസത്തിന്റെ പുറത്ത്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടല്ലോ, നല്ല കനം ഉണ്ടല്ലോ. അതാണ് ഇത് മുഴുത്തിറച്ചി, ഇത് പെറുക്കിയെടുക്കുന്ന ഇറച്ചിയാ. ഓ അപ്പൊ ചെറുത് എടുക്കില്ല, വലുത് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ പെറുക്കി എടുക്കാല്ലേ. ഓരോ പ്രാവശ്യം ഇങ്ങനെ മുങ്ങിയിട്ട് പെറുക്കി എടുത്തിട്ട് അതിൽ ചെളി ഉണ്ടാവും. അതിങ്ങനെ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം ആ കൂടയിൽ ഇങ്ങനെ കണ്ടോ ചെളി കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കൂടയിലേക്ക് ഇങ്ങനെ നിറക്കുകയാണ്. ആ കൂട നിറയുമ്പോഴാണ് വെള്ളത്തിലേക്ക് കൊണ്ടുവന്നിടുക. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. നമുക്കിങ്ങനെ കക്കയിറച്ചി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇതിങ്ങനെ ഫുൾ ടൈം മുങ്ങണം, എന്നിട്ട് ഇത് തപ്പി തപ്പി പെറുക്കിയെടുക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ടാണ് അത്ര ആ കൂട ഒരു പ്രാവശ്യം ഫില്ലാവുക. ആ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. അതായത് ഫുൾ ടൈം വെള്ളത്തിൻ്റെ അടിയിലാണ്, ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇവർക്ക് ഇതിന് കറക്റ്റ് സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇവിടെ വന്നിട്ട് ആ ഒരു ഊന്നുന്ന കമ്പുണ്ടല്ലോ, അതവിടെ കുത്തി വെച്ചിട്ട് അതിൽ ആണ് ഈ ബോട്ട് കെട്ടിയിട്ടേക്കുണ്ട് കേട്ടോ. അതിനുശേഷം ആ കമ്പിൻ്റെ ആ പരിസരത്താണ് അദ്ദേഹം ഇങ്ങനെ മുങ്ങിയിട്ട് തപ്പിയെടുക്കുന്നത്. അവിടുത്തത് കഴിയുമ്പോൾ ആ കമ്പ് അവിടുന്ന് ഊരിയെടുത്തതിന് ശേഷം കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി കുത്തിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ പെറുക്കിയെടുക്കും. കണ്ടോ ആ കമ്പ് അവിടുന്ന് ഊരിയെടുത്തിട്ട് മാറ്റി കുത്തുമ്പോഴൊക്കെ കൊച്ചുണ്ണിയേട്ടൻ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ. മുങ്ങിക്കൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. കണ്ടോ അവിടെ ഒരു വള്ളക്കാർ പോകുന്നുണ്ട്. ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിക്കിടന്നിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കക്ക പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് പണി തുടങ്ങിക്കഴിഞ്ഞാലേ ഇതിൻ്റെ പുറകിലുള്ള ഒരു ദിവസത്തെ പരിപാടി തീരണമെങ്കിൽ വൈകുന്നേരം ഒരു 6-6:30 മണിയാവും കേട്ടോ. അതായത് ഒരു 14-14.5 മണിക്കൂർ നേരത്തെ പണിയാണ് ഇവർക്ക് ഓരോ ദിവസവും ഈ കക്ക വാരുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക്. ഇത് വിൽക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, നമ്മൾ ഇവിടെ വിട്ട് ടൗണിൽ പോകണം. ആ ഇവിടെ ഇപ്പൊ എല്ലാ ദിവസവും ആൾക്കാർ വാങ്ങൂലല്ലോ അല്ലേ? എല്ലാ ദിവസവും വാങ്ങിക്കല്ല. ആ ടൗണിൽ കൊണ്ടുപോയിട്ട് പല ആൾക്കാർ ഓക്കെ ഓക്കെ. പിന്നെ ജംഗ്ഷനിലിരിക്കും, ചങ്ങനാശ്ശേരി, പിന്നെ ചിങ്ങവനം, പിന്നെ ഔട്ട് പോസ്റ്റിങ്ങിനുള്ള സെൻട്രൽ പോവും. പിന്നെ ഡിമാൻഡ് ഉണ്ടല്ലോ ഇതിന് അത്യാവശ്യം. ആദ്യത്തെ കൂടെ നിറഞ്ഞല്ലേ? ഓക്കെ എടുത്തില്ലേ? ആ ഏകദേശം അരമണിക്കൂർ. ആ ഓ ചെളിയൊക്കെ കളഞ്ഞിട്ടല്ലേ? അല്ല ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല അതിലൊന്നുമില്ല. ഓ യെസ് യെസ്. അരമണിക്കൂർ ഇത്രയേ ഉള്ളൂ. അരമണിക്കൂറിന്റെ ജോലിയാണ് അതല്ലേ? ഇനി ഒത്തിരി ഉണ്ട്. ഇതൊക്കെ തിരിഞ്ഞു മാറ്റണം. ആ തെരയാനൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ മാറ്റണം. ഇതൊക്കെ മാറ്റും. ആ തോട് മാത്രം ഉള്ളതല്ലേ?
ഇങ്ങനെയുള്ളതൊക്കെ മാറ്റി ഇതൊക്കെ പൊട്ടിപ്പോയതാ. ഓ ഓക്കെ ഓക്കെ. ഇതല്ലോ ആ ഹാ ഹാ. ഇതൊക്കെ നമുക്ക് മാറ്റണം. ഓക്കെ ഓക്കെ. പണ്ടൊക്കെ ആയിരുന്നു വെള്ളത്തെ കൊണ്ടുപോയി ചങ്ങനാശ്ശേരി കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ വരുമ്പോൾ ഒരു സമയമാകും. ഇന്നിപ്പോ അരമണിക്കൂർ കൊണ്ട് പോയി വിറ്റിട്ട് വരാൻ പറ്റൂല്ലേ? ഈറ്റപ്പന് വിശക്കുണ്ടോ? ഞാനൊക്കെ ഒരു 9-10 ചിലപ്പോ ഞാൻ കഴിക്കത്തില്ല. അതല്ലേ. ആ സൂര്യൻ വന്നു. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഞാനും ചിറ്റപ്പനും കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും രണ്ടാമത്തെ കൂടെ എന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും സൂര്യൻ ഏകദേശം വന്നു. ഇനിയിപ്പോ വെയിൽ തുടങ്ങും അല്ലേ? ഒരു കുടയുണ്ട് വെള്ളത്തിനായിട്ട് വിക്ഷേപണത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നലെ ഈ കാര്യം സംസാരിച്ചപ്പോൾ മുതൽ കൊച്ചുണ്ണേട്ടൻ പറയുന്ന കാര്യമാണ്, നല്ല വെയിലായിരിക്കും. എത്ര ഉണ്ടാവും ഒരു കൂടയിൽ ഏകദേശം? ഇത് നല്ല ഇറച്ചി ഉള്ളതാണെങ്കിൽ 1 കിലോയ്ക്ക് മേളിൽ കാണും. 1 കിലോ ഇറച്ചി ഉണ്ടാവും. 1 കിലോ ഇറച്ചി ഉണ്ടാവും. പക്ഷെ ഇത് കാണുമെന്ന് തോന്നുന്നില്ല. അത്ര ഉണ്ടാവില്ല. ഒരു 800 ഗ്രാം അല്ലെങ്കിൽ 750. ഓ ഓക്കെ. ആവറേജ് എത്ര കൂടെയാണ് ഒരു ദിവസം? ഒരു 12 കൂട. ഓക്കെ ഓക്കെ. 10 കൂട മിനിമം എടുക്കണം. മിനിമം വന്നത് മുതലാവണമെങ്കിൽ. ഇല്ലെങ്കിൽ ഓക്കെ ഓക്കെ. ഇറച്ചി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. 10 കൂട മിനിമം. 10, 13 കൂട 14 കൂട അങ്ങനെ കണക്കില്ല. ഒക്കെ ഉള്ള പോലെ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ചിലപ്പോൾ 17 കൂട വരെ കിട്ടും. ഓ ഓ ഓ. ഇതിപ്പോ ഇറച്ചി കുറഞ്ഞു. ഷട്ടർ ഇറച്ചി കുറഞ്ഞോ? അതെന്തുകൊണ്ടാ? അത് ഈ ഒഴുക്കുണ്ടെങ്കിൽ ഇറച്ചി നന്നാവും. ആ അങ്ങനെ. ഇനിയിപ്പോ അങ്ങോട്ട് കുറയും. ഷട്ടർ അടച്ച് തുറന്നു കഴിയുമ്പോൾ ഉപ്പുവെള്ളം കയറിയ ഒന്നുകൂടെ കുറയും. അതായത് ഇവിടുത്തെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ട് തണ്ണീർമുക്കത്തെ ബണ്ട് അടച്ചിട്ടുണ്ടാവും. അടച്ചിടും. ആ അത് തുറക്കുമ്പോ അത് തുറക്കുമ്പോഴാണ് ഏറ്റവും ഉണ്ടാവുമ്പോഴാണ് ഈ ഇറച്ചിക്ക് വെയിറ്റ് കിട്ടും. ഓ അങ്ങനെ. ഒഴുക്കില്ലല്ലോ ഇപ്പൊ. വെള്ളം നിശ്ചലമല്ലേ. ഓക്കെ ഓക്കെ. ഒഴുക്കുണ്ടാകുമ്പോഴാണ് ഇറച്ചി ഉണ്ടാവും, കക്കായും ഉണ്ടാവും, വലുപ്പവും കൂടും, ഇറച്ചിക്ക് വെയിറ്റ് കിട്ടും. ഇത് ജീവനുള്ള വസ്തുവല്ല, ഇത് സഞ്ചരിക്കുന്ന സാധനം. പിന്നെ അതെ അതെ അതെ. ഇത് നമുക്ക് ഇത് ഇവിടെ കിടക്കുവാന്ന്, ഇത് സഞ്ചരിക്കുന്നു, മൂവ് ചെയ്തോണ്ടിരിക്കില്ലേ. ഈ വാരാൻ വേണ്ടി മുങ്ങുമ്പോഴേ എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ, ജീവികളോ? ജീവികളല്ല, നമ്മള് കുപ്പിച്ചില്ല അല്ല വല്ല കുറ്റിയൊക്കെ അടി നിൽക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഈ പറഞ്ഞ മീൻ നച്ചുകരിമീൻ എന്ന് പറയും. എന്താ പേര് പറഞ്ഞേ? നച്ചുകരിമീൻ. നച്ചുകരിമീൻ. അതെന്താ സംഭവം? എന്താ പ്രശ്നം? നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും, പക്ഷെ അതിൽ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ആ അത് കുത്തോ? അത് കുത്താണ് ചെയ്യുന്നത്. അതിന്റെ മുള്ള കൊണ്ടാ മതി, കുത്തുന്നതല്ല. അത് അതിന്റെ മുള്ളു കൊണ്ടുപോയ ദ്രാവം ഭയങ്കര കട്ടുകഴപ്പും വേദനയും നീര് വെച്ച് വീഴും. കട്ടുകഴപ്പ് പറഞ്ഞ കടച്ചില് ഭയങ്കരമായിട്ടുള്ള. ഓ നമ്മള് കാര്യം അതെ, ഈ കട്ടുകഴപ്പെന്ന് പറഞ്ഞു. ഓ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 2 മാസം മുന്നേ ഒന്ന് കിട്ടിയത്. അതെ, പിന്നെ കുറച്ച് ദിവസം ലീവ് ആയിരിക്കും അല്ലേ? പിന്നെ അതെ അല്ലേ, നേരം മണിക്കൂറോളം നിൽക്കുക വേദന. അത് ശരി. പിന്നെ നമ്മള് സഹിക്കുകയല്ലേ. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, മഴയും കാറ്റും ഒന്നുമില്ല. മഴയും കാറ്റുള്ള സമയത്തെന്ന് പറഞ്ഞാൽ നല്ല കാറ്റടിച്ചാൽ ഇവിടെ ആ കല്ലുകെട്ടിന്റെ വെളിയിൽ കൂടെ കയറി പോകുമല്ലോ. ആ സമയത്ത് ഇറങ്ങുമോ? വരും, അപ്പൊ അത് നോക്കിയാ ചെയ്യുള്ളൂ. ഓ ഓക്കെ ഓക്കെ. കാറ്റിന് മുമ്പേ പണി നിർത്തി പോകും. കാറ്റടിക്കാന്നുണ്ട് കഴിഞ്ഞാൽ അന്നേരം സൈഡ് പിടിക്കും. ഓ അങ്ങനെ. ഭയങ്കര ഓളമായിരിക്കും. അങ്ങനെയുണ്ട്, സൗണ്ട് കേൾക്കും. അതെ. ഈ അതെ, അതിനകത്ത് ജീവിയാണല്ലോ. അതായത് ഇങ്ങനെ കൂട്ടിയിട്ട സ്ഥലത്തേ ചെവി ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ കേൾക്കുത്രേ. ഞാൻ കേട്ടില്ല കേട്ടോ. ഉണ്ടല്ലേ അങ്ങനെ. ഇതിപ്പോ എത്രാമത്തെ? 4ാമത്തെ? 4 കൂടാ. നിങ്ങള് റെസ്റ്റ് എടുക്കൂല? ഓ, റെസ്റ്റ് എടുത്താ ബുക്ക് ചെയ്യല്ലോ. ആണോ? ഈ കമ്പേല് പിടിച്ചിട്ടാണോ മുങ്ങുന്നത്? ഈ കമ്പെ പിടിച്ച് താഴും. അങ്ങനെയാണ്. താന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓരോരുത്തർക്ക് ഓരോ വശമാണ്. എനിക്ക് അടുത്ത കാല് വശം. ഓക്കെ. ഇവിടെ കൊളുത്തും. എന്നിട്ട് ഈ വലത്തെ കാല് ഇവിടെ ഇങ്ങനെ ചവിട്ടും. ഇങ്ങനെ ചവിട്ടും. ഇത് ഇങ്ങനെയും കൊളുത്തും, ഇത് ഇങ്ങനെയും ചവിട്ടും. അപ്പൊ നമ്മൾ നിവർന്ന് കിടക്കും. വെള്ളത്തിനടിയിൽ പോയിട്ട് ഇങ്ങനെ തപ്പി പെറുക്കണല്ലോ, അപ്പൊ പൊങ്ങിപ്പോരില്ലേ നമ്മള്. ആ പൊങ്ങിപ്പോരുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവരാ ഇതിനകത്ത് ഇങ്ങനെ കാല് ഉടക്കി വെച്ചിട്ട് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ തപ്പിയിട്ട് അത്രയും പെറുക്കിയെടുക്കാം. കൊച്ചുണ്ണിച്ചേട്ടൻ എന്തായാലും ഈ ഒരു ജോലി തീരുന്നത് വരെ ഒന്നും കഴിക്കൂലത്രേ. ഇത് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പാണ് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത്. അദ്ദേഹം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ചില ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളെ ചാനലില് ഏറ്റവും ആദ്യം ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു വീഡിയോ നമ്മൾ കണ്ണൂരിൽ നിന്ന് അജയൻ ചേട്ടൻ്റെ കൂടെ ഫൈബർ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയതാണ്. അന്ന് ഞാൻ അവരുടെ കൂടെ വെള്ളത്തിൽ പോരട്ടെ എന്ന് ചോദിച്ച സമയത്ത് അവരെന്നെ കുറേ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അന്നും അവർ പറയുന്നത് കുറേ വെയിൽ കൊള്ളേണ്ടി വരും, വിശക്കും, ഛർദിക്കും,
അതിരാവിലെ പോവേണ്ടി വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എല്ലാത്തിനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നാലെ പോയത്. അതുപോലെ തന്നെ കൊച്ചിൻ ചേട്ടന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, രാവിലെ നേരത്തെ പോകേണ്ടി വരും, വെയിലായിരിക്കും, കുറേ വൈകും, വിശക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ താല്പര്യമുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് പ്രകാരം നമ്മൾ കുറച്ച് ബ്രെഡും പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് കഴിക്കാൻ തീരുമാനിച്ചു. കഴിക്കണില്ല? ഓ, അത്ര ആളുണ്ട് അവിടെ അല്ലേ? നിങ്ങൾ ഈ കമ്പയിൽ ഇങ്ങനെ കാല് കൊളുത്തി വെച്ച് നിൽക്കുക. നമ്മൾ വിചാരിക്കും അവിടെ താഴെ നിൽക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കഴിഞ്ഞോ? ആ, ഒരു അര ഗ്ലാസ് ഉള്ളു. ബ്രെഡ് തരട്ടെ? ബ്രെഡ് പൊട്ടിക്കണ്ട, വേണ്ട വേണ്ടേ? പൊട്ടിച്ചതാണ്. ബ്രെഡ് വേണ്ട, അത് ശരിയാവത്തില്ല. പഴം വേണം, പഴം ഒന്നും വേണ്ട. ഓക്കെ. സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ശ്വാസം പിടിച്ചിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നോണ്ടേ എന്തെങ്കിലും അസുഖം ഉണ്ടാവാറുണ്ടോ? ബുദ്ധിമുട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല അല്ലേ? അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 വർഷം മുന്നേ ഒരു ചെള്ളു പനി എന്നും പറഞ്ഞൊരു പനിയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടൊന്നല്ല. അല്ലല്ല, 8 ദിവസം പുഷ്പഗിരി ഐസിയിൽ കിടന്നല്ലേ. ആണോ? അത് കഴിഞ്ഞാണ് വെള്ളോടി നിർത്തി. അത് കഴിഞ്ഞാൽ വെള്ളോടി നിർത്തി. അത് ശരി. അല്ല, ചെള്ളുപനി തലക്ക് കയറി പിടിക്കുക, തലച്ചോറെ പിടിക്കുക, തലച്ചോരെ പിടിക്കുക. അപ്പൊ തലയ്ക്ക് നമുക്ക് ഓർമ്മ ഒന്നുമില്ല, നമ്മള് ചത്തുപോയി. പിന്നെ മൊത്തം 19 ദിവസം കിടന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കൂട അല്ലേ? ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലേ? ഓക്കെ. കടലിൽ നമ്മൾ മീൻ പിടിക്കാൻ പോയാലും കടലിൽ ഓരോ ഭാഗത്തിന് ഓരോ പേരിട്ടിട്ടുണ്ടാവും കേട്ടോ. അത് അവർ കാലങ്ങളായിട്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ പേരിടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കായലിൽ വന്നപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ തരിശ് എന്നാണ് പറഞ്ഞത് കേട്ടോ. തരിശ് എന്ന് പറഞ്ഞത് ഇവിടെ കൃഷി ചെയ്യാത്തത് കൊണ്ട് ഈ ഭാഗത്തിന് തരിശ് എന്ന് പറയാണ്. ആ ഭാഗത്തൊക്കെ കൃഷിയുണ്ട്. ഉണ്ടോ, ഈ കായലിൻ്റെ ആ ചുറ്റും കാണുന്ന ഭാഗങ്ങളിലെല്ലാം കൃഷിയുണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ആക്ച്വലി ഈ അവിടെയൊക്കെ പണ്ട് കാലത്ത് ഫുള്ള് ഇതുപോലെ വെള്ളം കയറി കിടക്കുന്ന കായലിനായിരുന്നു. പിന്നീട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ ഇതിനെ ഒരുക്കിയെടുത്താണ് കേട്ടോ ആ സ്ഥലങ്ങളൊക്കെ. അതായത് ശാസ്ത്രീയമായിട്ട് വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾ പരിശ്രമിച്ചിട്ട് കൃഷിയോഗ്യമാക്കി എടുത്ത സ്ഥലങ്ങളാണ് ഈ ചുറ്റും കാണുന്നതെല്ലാം. ആ സമയത്ത് ഇതങ്ങനെ വെറുതെ വിട്ടാണല്ലേ ഈ ഒരു ഏരിയ? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യമൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടാണ്. ഈ സ്ഥലങ്ങൾക്കൊക്കെ കുറെ പേര് പറഞ്ഞില്ലേ, ഓരോ നമ്പേഴ്സ് പറഞ്ഞില്ലേ? അതാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഈ കൃഷി നിലത്തിന്റെ അളവിന്റെ അനുസരിച്ചാണ് ഓരോരുത്തർ പേര് പറയുന്നത്. അതായത് അപ്പൊ അതായത് 24,000 എന്ന് പറഞ്ഞ ഈ കായൽ, ഇത് ഈ കായൽ 2,400 ഏക്കർ. 2,400 ഏക്കർ. 2,400 ഏക്കർ. 24,000. ഓക്കെ, ഒരു മിനിറ്റ്. അടുത്ത കൂടെ വന്നു. ഇപ്പൊ എത്ര 6 അതായത് 24,000 പറ. 24,000 പറ നിലവെന്ന് പറയുമ്പോൾ 2,400 ഏക്കർ. അതിലാണ് ആ കായലിന് 24,000 പേര് പറയുന്നത്. ഓക്കെ. ഇത് ഈ കാണുന്നത് 14,000. 1,500 ഏക്കർ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ. ഇത് 6,000, വടക്കേ 6,000 എന്ന് പറയും. വടക്കേ 6,000 ഇത് ഒരുമിച്ച് കിടന്നതാണ്. അപ്പൊ ഇത് തിരിച്ചതാണ് എപ്പോഴും. അതും 24,000 ആയിരുന്നു. 4 കായലാണ് തിരിച്ച്. സി ബ്ലോക്ക്, പുത്തൻ 6,000, പിന്നെ വടക്കേ 6,000, തെക്കേ 6,000. അങ്ങനെയാണ്. ഇത് 6,000 പറ നിലവാ. 600 ഏക്കർ. ഓരോന്നും 600 ഏക്കർ ഇതുവാ. പിന്നെ മറ്റേ 6 ബ്ലോക്ക് പണ്ട് തെങ്ങ് മാത്രം കൃഷി ചെയ്ത് അത് മുറിക്കാൻ കുത്തിയെടുത്തതാ. അപ്പൊ അവിടെ പണ്ട് ആൾക്കാരൊക്കെ താമസം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി, തെങ്ങെല്ലാം നശിച്ചു പോയി. അപ്പൊ ഇപ്പൊ അവിടെ വലിയ ആൾക്കാർ താമസമൊന്നുമില്ല. ഇവിടുന്ന് കള്ള് മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടുന്നായിരുന്നു. ഇപ്പം തെങ്ങുമില്ല, കള്ളുമില്ല അവിടെ. പിന്നെ അതിൽ അങ്ങോട്ട് മാറി 3,500 ഉണ്ട്. അത് 350 ഏക്കറാണ്. 350 ഏക്കർ. പിന്നെ ജഡ്ജി 6,000 ഉണ്ട്. ജഡ്ജിയുടെ കാലത്ത് കുത്തിയെടുത്തതാ. ജഡ്ജിയുടെ കാലത്ത് അതായത് ജഡ്ജി 6,000 എന്ന് പേര്. അതും 6,000 പറ നിലവാ. 600 ഏക്കറാ. പിന്നെ അങ്ങനെ ഓരോ പാടത്തിനും ഓരോന്നിനും അങ്ങോട്ടും മെത്രാൻകാരുണ്ട്. മെത്രാന്റെ കാലത്തുള്ള ഇങ്ങനെ ഓരോ പേരുണ്ട്. പിന്നെ ഒരാൾ കുത്തിയെടുത്താണ് ചിത്തിര റാണി മാർത്താണ്ഡ എന്ന് പറഞ്ഞത്. അത് 3 കാര്യം ഇപ്പോഴും കൃഷിയുണ്ട്. അത് മുരിക്കൻ കുത്തിയെടുത്ത ഒരാളിന്റെ കായൽ രാജാവ് മുരിക്കൻ. കുത്തിയെടുക്കാന്ന് പറഞ്ഞത് എന്താ ശരിക്കും? അതെന്ന് വെച്ചാൽ കായലായിട്ട് കിടക്കുമായിരുന്നു. വെള്ളം കയറി ചിറ പിടിച്ച് 4 ചുറ്റും ചിറ പിടിച്ചിട്ട് അങ്ങനെ എടുത്തതാ. അതിനെ വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ ചെയ്ത് മുളയും ചെളിയും വെച്ച് ഇങ്ങനെ കുത്തിയെടുത്ത് 4 വശവും ബൗണ്ടറി തിരിച്ച് പറ്റിച്ച്. ഇപ്പൊ അവിടെയൊക്കെ കല്ലിട്ടായി. അതിപ്പോ സർക്കാർ ഏറ്റെടുത്തിട്ട്
മുരിക്കന്റെ മക്കൾക്കൊക്കെ ഇത്ര ഏക്കർ സ്ഥലമൊന്നുണ്ട് അത് വെച്ച് അവർക്ക് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ സർക്കാർ എടുത്തിട്ട് മിച്ചവുമായിട്ട് പാവങ്ങൾക്ക് പതിച്ചു കൊടുത്തു. പുള്ളി സ്വന്തമായിട്ട് കുത്തിയെടുത്ത കാര്യം അത് മഹാരാജാവിന്റെ ആവശ്യപ്രകാരം കുത്തിയെടുത്തതാ. അത് ഭക്ഷ്യക്ഷാമം വന്നപ്പോൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ മഹാരാജന്റെ അതുപോലത്ത് കുത്തിയെടുത്ത. രാവിലെ നമ്മൾ കണ്ട കുഞ്ഞുമോൻ ചേട്ടന് എനിക്ക് ഒരു തലക്കുട വന്നിട്ട് പോയിരുന്നു കേട്ടോ. ഇതിവിടെ വെച്ചോ ആവശ്യം വരുന്നു പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 9:45 അല്ലേ? 9:45 ആയപ്പോൾ തന്നെ വെയിൽ നല്ല ചൂടാണ് കേട്ടോ. ഒരു തണലിൻ്റെ ഒരു പൊടി പോലും ഇല്ലല്ലോ, ഫുൾ വെയിലും ഉള്ളൂ അല്ലേ. നമുക്കത് പരിചയമുണ്ട്. നമ്മൾ പല പ്രാവശ്യം മീൻ പിടിക്കാൻ പോയപ്പോഴൊക്കെ ലക്ഷദ്വീപിലെ ആ റൂഫില്ലാത്ത വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോഴൊക്കെ നമ്മൾ ഒരു ഡേ മുഴുവൻ വെയിലുണ്ടതാണ്. അപ്പോൾ എന്നാലും നല്ല ചൂടാണ്. അപ്പോൾ ഇതുള്ളത് ഭയങ്കര ആശ്വാസമായി. ചേട്ടൻ്റെ ഒരു കുട ബാഗിലുണ്ടായിരുന്നു, അത് നമ്മുടെ ചിറ്റപ്പനും എടുത്തു. ഒരു 10-10:30 സാധാരണ നിർത്താറെന്നാണ് പറഞ്ഞത്. അതാരാണ് ഈ പോകുന്നവര്? ഓക്കെ ഓക്കെ. അതെങ്ങനെ പിടിച്ചപ്പോ? കൈ കിട്ടിയതാ. കൈ കൊണ്ട് പിടിക്കോ മീനിനെ? അതോ എങ്ങനെ കൈ കൊണ്ട് മീൻ കിട്ടുക? കരിമീൻ സാധനം ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇത് വരും, പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. ഇപ്പൊ പിടിച്ചതാ. ശരി. ഞാൻ അങ്ങോട്ട് പോകുമ്പോ വെള്ളം ഓടിച്ചോണ്ടാ ചോറിനൊന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ആ സമയത്ത് മാത്രമേ ഞാൻ വെയിൽ കൊള്ളുന്നു. അതായത് വെയിലിന്റെ ചൂട് ഇവരെ കക്കാവാരുന്നവരെ വല്ലാതെ ബാധിക്കില്ല. അവര് തിരിച്ചു പോകുന്ന സമയത്തെ ഈ വെള്ളം ഓടിച്ചുകൊണ്ടാണ് അത്ര ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് മാത്രമേ ഈ വെയിലിന്റെ പ്രശ്നമുള്ളൂ എന്ന്. അല്ല, ശ്വാസം എടുക്കാനുള്ള വേറെ പൈപ്പൊക്കെ ഇട്ടുള്ള എന്തൊക്കെ പരിപാടി ഇല്ലേ? അതൊന്നും നമ്മുടെ ഈ പണിക്ക് പറ്റത്തു നടക്കൂല അല്ലേ? എപ്പോഴും മുങ്ങു കൊടുക്കും വേണ്ട. അതാണ് ഇതിനകത്ത് ഇവർക്ക് ഏറ്റവും സമയം പോകുന്നതും അധ്വാനമൊക്കെ ഈ മുങ്ങുന്നതും ഒക്കെയാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം മുങ്ങിയിട്ട് കുറേ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലേ? നല്ലതായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പം വരേണ്ടതാണതൊക്കെ. ആ 10:15 8:30 പോയി. പെണ്ണുമുള്ള അല്ല, ഭാര്യ അല്ല, അമ്മായിയമ്മയുണ്ട്. പെട്ടെന്ന് പോയി. കൂടെ വന്നവരൊക്കെ ഇപ്പോഴും അവിടെ ഇങ്ങനെ കക്ക വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കുളിയില്ലേ? നിങ്ങളിങ്ങനെ ഒരുമിച്ച് വന്നവർ ഒരുമിച്ച് പോവുക അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനൊന്നുമില്ല. ഇതിനെന്തെങ്കിലും സർക്കാരിന്റെ ഒരു അനുമതി എന്തെങ്കിലും വേണോ? അങ്ങനെ കക്ക വേണം. ആരുടെ? അതായത് നമ്മളിപ്പോ സൊസൈറ്റി രൂപീകരിച്ച് അവിടെ അംഗത്വമായിരിക്കണം. അങ്ങനെ സൊസൈറ്റി ഉണ്ട്. ഈ കക്ക തൊഴിലാളികളുടെ വ്യവസായ സഹകരണ സംഘമുണ്ട്. ശരി. അവിടെ അംഗത്വം എടുക്കണം. അങ്ങനെയുള്ള അനുമതികളൊന്നും ഇല്ലാതെ കക്ക വാരാൻ വന്നു കഴിഞ്ഞാൽ ജിയോളജി വകുപ്പ് പിടിച്ചാൽ ഫൈൻ ഉണ്ട് ഇത്ര കേട്ടോ. അതാണ് പ്രശ്നം. അപ്പോൾ ഇവർക്കൊക്കെ അനുമതി ഉണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്. വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴാണ് നിങ്ങൾക്ക് വെയിലിന്റെ ചൂട് അറിയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പുറപ്പെടാൻ കേട്ടോ. അവര് പോരാറായിട്ടില്ല. അപ്പൊ ഈ കൊട അവർക്ക് തിരിച്ചു കൊടുക്കണം. താങ്ക് യു. പോയിക്കോട്ടെ. കാണാം. ഓക്കെ. ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട്. ചിറ്റപ്പൻ എന്തോ ചെറിയ പരിപാടി ഉണ്ട് ഇത്രേ. ഇവിടെ ആളുണ്ടോ? അപ്പോൾ ഞങ്ങളിപ്പോൾ വരാം. അവിടുന്ന് പുറപ്പെട്ടപ്പോഴേ പറഞ്ഞിരുന്നു കേട്ടോ, ചിറ്റപ്പന് ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വേണം, ഒരു സ്ഥലത്ത് നിർത്താനുണ്ടെന്ന്. ചിറ്റപ്പാ, എനർജി ഡ്രിങ്ക് ആണോ? എനർജി ഡ്രിങ്ക് എനിക്ക് മൂത്തത്
മധുരക്കല്ല്. എനിക്കോ? ഞാൻ കള്ളുടി വേണ്ട, അത് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ശീലമില്ല. കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ശീലമല്ല, ഞാൻ നിങ്ങൾ കുടിക്കുന്നത് കാണാൻ വന്നാണ്. അത് ശരി. ഡെയിലി ഉണ്ടോ കള്ളുകൂടി? വല്ലപ്പോഴും ഇല്ല, ഞാൻ മലപ്പുഴ അത്രേ ഉള്ളൂ. ആ ഇപ്പം കാര്യം വന്നില്ലേ, ഇനിയിപ്പം നെല്ലെടുക്കാൻ വരുമ്പോൾ ആ നല്ല കണ്ടിട്ട് ഓ അങ്ങനെ ഷാപ്പിലേക്ക് പോകുന്നില്ല. ഷാപ്പിൽ പോയില്ല. ആ ഓക്കെ. അപ്പോൾ കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയത് വേറെ വഴിക്കാണ്. ഈ വഴിയാണ് അത്ര എളുപ്പം. ഈ വഴി പക്ഷേ കുറച്ച് പോള അധികം ഉള്ളതുകൊണ്ടേ ഈ പോള തന്നെയാണ് ഈ ആഫ്രിക്കൻ പായൽ. ഈ ആഫ്രിക്കൻ പായൽ എന്ന് പറയുന്ന സംഭവമല്ലേ, ഇവിടെ പോള എന്നാണ് പറയുന്നത്. ആ സാധനം കുറച്ച് അധികം ഇവിടെ ഉള്ളത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് രാവിലെ നമ്മൾ വേറെ ചുറ്റിയിട്ട് അങ്ങോട്ട് പോയത്. ഈ വഴി പോവുകയാണെങ്കിലാണ് എളുപ്പം എന്നാണ് പറഞ്ഞത്. വീട്ടിലാരുണ്ടെന്നാവോ? വൈകിട്ട് അത് നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ വീടാണ് കേട്ടോ. ജിനു എന്ന് പറയും. പുള്ളി ഒരു യൂട്യൂബറും കൂടിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകളും കഥകളൊക്കെ നമുക്ക് അറിയാനും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവരോട് പറഞ്ഞത്, വൈകിട്ട് വരാമെന്ന് പറഞ്ഞത്. അത് ശരി. അവിടുന്ന് പുറപ്പെട്ടിട്ട് പെട്ടെന്ന് എത്തിയിട്ടോ. നമ്മൾ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് സമയം എടുത്തിരുന്നു. 1 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഈ വീട്ടിലത്തെ ചേച്ചി ഇവിടെ ഡ്രസ്സൊക്കെ അലക്കുന്നതാണ്. ഇതാ നമുക്ക് ഇറങ്ങാനായി. നമ്മൾ എത്തിയതല്ല കേട്ടോ, കുറച്ചുകൂടി ഉണ്ട്. ഇവിടെ ചിറ്റപ്പൻ ഒരു സിഗരറ്റ് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ കടയുണ്ടല്ലേ? മുമ്പ് അവിടെയൊക്കെ കുറെ കടകളുണ്ടായിരുന്നല്ലേ പറഞ്ഞു? ഇപ്പൊ അവിടെ ഒന്നും ഇല്ല. ഓക്കെ. പോളുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ എഞ്ചിനിൽ ഈ പ്രൊപ്പല്ലർ ജാമാവും. ഓ അതുകൊണ്ടാണല്ലേ. ഇത് കണ്ടോ, ട്രാൻസ്പോർട്ട് ബോട്ടാണ് കേട്ടോ. യാത്രക്കാർക്ക് പോകാനുള്ള ബോട്ടാണ് ഇത്. ആലപ്പുഴക്ക് പോവാണ് ഇത്രേ. ആലപ്പുഴക്ക് ഇവിടെ എത്ര സമയം എടുക്കും? 1.5 മണിക്കൂർ എടുക്കും ബോട്ടിന്. ചിലവ് കുറവായിരിക്കും അല്ലേ? 15 രൂപ. റോഡിന് പോവുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തില്ലേ? 3/4 മണിക്കൂർ. പകുതി സമയം കൊണ്ട് എത്തും. 23 കിലോമീറ്ററത്തെ ഞാൻ നോക്കിയപ്പോൾ. തെങ്ങിൻ്റെ മണ്ട വെട്ടിയിട്ട് കായലിലിട്ടേക്കണു. ഇങ്ങനെയുള്ള സാധനമൊക്കെ രാത്രിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്രൊപ്പല്ലർ തട്ടിയിട്ട് പ്രൊപ്പല്ലർ ഒടിഞ്ഞു പോകും. അതിന് 1000 രൂപയോളം ചിലവുണ്ട്. അങ്ങനെ അതേ വിശാലമായ കായലിൽ നിന്ന് നമ്മളിങ്ങനെ ചെറിയൊരു തോട്ടിലേക്ക് പ്രവേശിക്കാം കേട്ടോ. നമ്മൾ വലിയ ഹൈവേ എന്നൊക്കെ വന്നിട്ട് ചെറിയ പോക്കറ്റ് റോഡിലേക്ക് കയറുന്നത് പോലെ കണ്ടോ. ഇങ്ങനെയുള്ള ചെറിയ വഴികളാണ്. ഇങ്ങനെയുള്ള വഴിയിൽ കൂടി കുറേ നമുക്ക് പോകും. ഇവിടെയാണ് കേട്ടോ ഈ പോളയുടെ പ്രശ്നം പറഞ്ഞത്. ഇങ്ങനെയുള്ള പോളയാണ് പ്രശ്നം. അതാണ് രാവിലെ ഈ വഴി വരാതിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ കട്ടിയിലുണ്ടാകുമ്പോൾ വെള്ളം പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കണ്ടോ ചാക്കൊക്കെ ആൾക്കാർ കായലിലേക്ക് ഇട്ടിട്ട് അത് പ്രൊപ്പല്ലറിൽ കയറി ചുറ്റി പിടിച്ചതാണ്. കണ്ടോ കവുങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടോ. അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വള്ളം കൊണ്ട് പോകുന്നവരുടെ വെല്ലുവിളികളാണ്. ഇതിപ്പോൾ എളുപ്പ വഴിയാണെങ്കിൽ പോലും ഈ പോളേൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ കുറേ സമയമെടുക്കും. അതുകൊണ്ട് പോള ഉണ്ടെങ്കിൽ ഈ വഴി പോകുന്നത് വലിയ ലാഭമൊന്നുമില്ല. രാവിലെ നമ്മൾ ആദ്യം ഇവിടുന്ന് പുറപ്പെടാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഞങ്ങൾ കാറും കൊണ്ട് ആദ്യം ഇവിടെ വന്ന് കാർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ വഴി പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ചേട്ടൻ്റെ വീടിൻ്റെ ആ ഭാഗത്തുള്ള വേറൊരു കടവിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലങ്ങളുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ തല പോവും. അങ്ങനെ എഞ്ചിൻ ഓഫ് ചെയ്തു കേട്ടോ. നമ്മൾ രാവിലെ കയറിയ സ്ഥലത്തെത്തി. താറാവുകൾ നീന്തി കളിക്കുന്നുണ്ടോ. സമയം എത്ര ആയിട്ട്? 11:10. 11 മണിന്ന് നിങ്ങൾ പറഞ്ഞതാണ് തിരിച്ചു വരുമ്പോ. അത് കറക്റ്റായി. 10 മിനിറ്റ് രണ്ട് സ്റ്റോപ്പിൽ 10 മിനിറ്റ് പോയി. അപ്പം കറക്റ്റ് ടൈമാണ്. നമ്മളങ്ങനെ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇത് നമ്മളെ കൊണ്ടുപോയ ചേട്ടൻ്റെ അവരുടെ പഴയ വീടാണ്. അവർ പണ്ട് താമസിക്കുന്ന വീടാണ്.
അതാ പശുമാങ്ങ, ഞങ്ങൾ പറങ്കി മാങ്ങാന്നാട്ടോ പറയാം. ഇതിനകത്ത് പുഴു ഉണ്ടാവും ഇത്രേ. പണ്ടത്തെ പരിപാടിയാണ് കേട്ടോ. പുഴു ഉണ്ടെങ്കിൽ അതിനെങ്ങനെ വിളിക്കണം. കശുമാങ്ങ തിന്നുന്ന വീഡിയോ മുഴുവനായില്ല കേട്ടോ. ക്യാമറ എന്തോ പ്രശ്നം പറ്റിയത് ഓഫായി. ആ സമയം കൊണ്ട് നമ്മുടെ ചേട്ടൻ കംപ്ലീറ്റ് അൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് പണിയുണ്ട്. അതിന് കുറച്ച് സമയമെടുക്കും. കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ബാക്കി പരിപാടികൾ ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം അല്ലേ? നമ്മളെവിടെ പോയിട്ട് വരും? നമ്മുടെ വീട്ടിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു മീൻ കിട്ടിയിട്ടുണ്ട്, കരിമീൻ. അപ്പോൾ അതിനെയും കൂടി എടുക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഓക്കെ. പരമ്പരാഗതമായിട്ട് കക്ക വാരുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. പുതിയൊരു രീതിയിലും ആൾക്കാർ കക്ക വാരാറുണ്ട്, വെള്ളത്തിലിറങ്ങാതെ. അതെ അതെ അതെ. ഇത് കണ്ടോ, ഒരു വലിയൊരു പൈപ്പാണ്, ഒരു ഇരുമ്പിന്റെ പൈപ്പാണ്. ആ പൈപ്പിന്റെ അറ്റത്ത് ഇങ്ങനെ നെറ്റ് അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് ഇടും. ആ എന്നിട്ട് ഓക്കെ ഓക്കെ. താഴത്ത് തട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കും. ഓ അടിത്തട്ടിട്ട്. ഓ അങ്ങനെ. അതിന്റെ പേരെന്താ പറഞ്ഞേ? പല്ലി. പല്ലി പല്ലി. ഓ കണ്ടോ, ചീർപ്പ് പോലെ ഒരു സംഭവം ഉണ്ട് ഇതിന് ഇവിടെ. ആ അതുകൊണ്ടാണ് ആ പേര് പല്ലി അല്ലേ? പക്ഷെ ഇതിന്റെ പ്രശ്നം ഇത് വെള്ളത്തിൽ മുങ്ങണ്ട. അത് മാത്രമല്ല, മറ്റേ പരമ്പരാഗതമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാവധി പ്രകൃതി സൗഹൃദമാണ്. അതെ, നമ്മൾ വാരുന്നത്. ആ വലുത് മാത്രമേ പെറുക്കിയെടുക്കുള്ളൂ. അതുപോലെ ഇത് ഡാമേജ് വരും, ചെറിയ കക്കി ഇതിൽ വരും, വംശനാശം സംഭവിക്കും അല്ലേ? അതിന് വംശനാശം സംഭവിക്കാനുള്ള സാധ്യത. അതായത് ചെറുതൊക്കെ കോരിക്കഴിഞ്ഞാൽ പിന്നെ വലുതാവാനുള്ളത് ഇല്ലല്ലോ. അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട് ഈ പല്ലിക്ക് വലിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ കണ്ടത് ഇദ്ദേഹത്തിന്റെ കേട്ടോ. എന്താ പേര്? കാർത്തികേയൻ. ഓക്കെ ഓക്കെ ശരി. നമ്മളങ്ങനെ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയിട്ടോ. രാവിലെ ഞാൻ ഒരു 4 മണിക്ക് ഷമീറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കുളിച്ചു, അതിന് ശേഷം ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഇനി എന്താണ് ബാക്കി കൊണ്ടുവന്ന കക്കയിലുള്ള പരിപാടി എന്ന് നോക്കി നോക്കാം. അതായത് ആദ്യത്തെ പരിപാടി എന്താ? പൊട്ടക്കക്ക ചെളിക്കക്കയൊക്കെ ഉണ്ട്. പൊട്ടിയതും ചെളിയുള്ള കക്കയൊക്കെ അത് മാറ്റുക. എന്നിട്ട് മാറ്റിയിട്ട് നല്ല കക്ക മാത്രമേ എടുത്ത് പുഴുങ്ങുള്ളൂ. ഓ മറ്റേ എന്താ ചെയ്യുക? തോടിൻ്റെ കൂടെ എടുക്കില്ല. ഈ ജോലി മുഴുവൻ ഒറ്റക്കാ ചെയ്യുന്നത്? അല്ലല്ല, ഭാര്യ കൂടെ കൂട്ടി വന്നാൽ ചെയ്തിട്ടുണ്ട്. ഒരു സുഹൃത്തിന്റെ സുഹൃത്താ, പുള്ളി പാലക്കാടുകാരനാ. തിരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുഴുങ്ങി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ പഴയ വീടാണിത് കണ്ടോ. റൂഫൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ സ്പേസ് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ചെമ്പിലിട്ടിട്ട് അത് പുഴുങ്ങിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. അങ്ങനെ വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കാൻ തുടങ്ങി കേട്ടോ. ശരിക്കും ഏകദേശം അല്ല, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും തീ കത്തിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം അത്ര ഇത്. അങ്ങനെ തിളപ്പിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ തോട് ഇങ്ങനെ തുറന്നു വരും. അതിനും കൂടി വേണ്ടിയിട്ടാണത്. അദ്ദേഹം ഇപ്പോൾ അതവിടെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കത്തിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ബ്ലോവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ കത്തിച്ചാൽ പോരാ, നന്നായിട്ട് കത്തണത്രേ. പുഴുങ്ങൽ കഴിഞ്ഞു കേട്ടോ. എന്നെ വിളിക്കുന്നുണ്ട്, അത് കോരി എടുക്കുകയാണ്. ഇനി എന്താ പരിപാടി നോക്കാം. അങ്ങനെ കോരിയിട്ട് ഈ ഹോൾസുള്ളൊരു കൊട്ടയിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഇവിടെ പുറത്ത് ഒരു ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് കുട്ടാം കേട്ടോ. എല്ലാ കക്കയും ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ചിലതിൽ നിന്നൊക്കെ ഇറച്ചി വേർപെട്ട് വന്നിട്ടുണ്ട്. ഈ കണ്ടോ, ഒരു കമ്പി കൊണ്ടുള്ളൊരു നെറ്റാണ് കേട്ടോ. നമ്മൾ ഈ മണലൊക്കെ അരിക്കുന്നത് പോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാരിട്ടതിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ മിക്കവാറൊക്കെ ഈ കക്കയിറച്ചി മാത്രം താഴേക്ക് വീഴും. ആ വീഴാത്തത് പിന്നെ ഇങ്ങനെ പെറുക്കി എടുത്തിട്ട്, അതായത് തോടും ഇറച്ചിയും വേറെ വേറെ സെലക്ട് ചെയ്യും. അവിടെ അങ്ങനെ നടക്കട്ടെ. കുറച്ച് സമയത്തെ പണിയുണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തൊട്ടപ്പുറത്തുനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണേ. ഇവിടെ കണ്ടോ, നമ്മൾ വന്ന വഴി തന്നെയാണ് നേരത്തെ. അതിനകത്ത് നിറയെ താറാവുകളൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. ഊഞ്ഞാലുണ്ടോ? ഊഞ്ഞാൽ ആടുന്നത് അങ്ങോട്ടാണ്, വെള്ളത്തിലേക്കാണ്. അത് കൊള്ളാം. ഇപ്പുറത്ത് നമുക്ക് രാവിലെ വള്ളത്തിലിരിക്കുമ്പോൾ കുട തന്ന കുഞ്ഞുമോൻ ചേട്ടനും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതൊന്ന് പോയി കണ്ടു വന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാച്ചാണ്. ഇവരിതിങ്ങനെ കണ്ടോ, നമ്മൾ പണ്ടൊക്കെ മണലരിച്ചിരുന്നു ഇങ്ങനെ, ഈ അരിപ്പ് ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ട് കണ്ടോ. ഇങ്ങനെ കേട്ടോ ഇത് കുറച്ചും കൂടി ഈസി അല്ലേ.
മറ്റേനേക്കാളും അല്ലേ? എളുപ്പമുണ്ട്. യെസ്. അങ്ങനെ കക്കയിറച്ചി വേർപെടുത്തി എടുത്തതിന് ശേഷം കണ്ടോ അവരൊരു കൊട്ടയിലിട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് കഴുകി എടുക്കാൻ കേട്ടോ. അല്ല ഇന്ന് താമസിച്ചാ വന്നല്ലേ? നിങ്ങളുടെ അപ്പുറം കിടന്ന് പോയിരുന്നു. അപ്പൊ എന്നോട് ഇവൻ പറഞ്ഞു സജിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ കണ്ടോ നല്ല വൃത്തിയായിട്ടോ. ഇനിയാണ് ഇത് മാർക്കറ്റിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് എവിടെ കൊണ്ടുപോയിട്ടാ വിൽക്കുന്നത്? ചിങ്ങവനം. ചിങ്ങവനത്ത് കൊണ്ടുപോയിട്ട് ചിങ്ങവനം ബിവറേജിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വിൽക്കും. അങ്ങനെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമില്ല. മുക്കാൽ മണിക്കൂർ. ഓ, 3/4 മണിക്കൂർ. ഈ ഇറച്ചി ഇത് ഡിമാൻഡാ, വലിയ ഇറച്ചിയല്ലേ. ഇപ്പൊ ഇന്ന് എത്ര കിലോ ഉണ്ട്? ഇതിപ്പം 10 കിലോ ആണ്, അതിൽ കൂടുതലില്ല. 10 കിലോ മാക്സിമം. ഇതുവരെ ഏറ്റവും കൂടുതൽ കിട്ടിയ എത്ര? 15 കിലോ കിട്ടിയിട്ടുണ്ട്. 15 കിലോ കിട്ടി. പണ്ടൊക്കെ 10-40 കിലോ കിട്ടുമായിരുന്നു. അതൊന്നുമില്ല. 40 കിലോയോ? പണ്ട് ഞങ്ങൾ ആദ്യം പോയപ്പോ അന്ന് 2 രൂപ ലിറ്റർ തന്നെ കൊടുത്തത്. 2 രൂപ ഈ കിലോ എന്ന് പറഞ്ഞാൽ 2 രൂപ. അന്നത്തെ 2 രൂപയ്ക്കും വാല്യൂ ഉണ്ട്. അതുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വിൽക്കലാണല്ലേ? ഇനി വിൽക്കണം. ഇനി വിളിക്കണം. ഞാൻ പോയിട്ട് 7 മണിയായി ഇവിടെ തിരിച്ച് വീട്ടിൽ വരും. ഓക്കെ ഓക്കെ ഓക്കെ. വെളുപ്പിനെ 4 മണി മുതൽ പണിയാ, വൈകിട്ട് 7 മണി വരെ പണിയാ. എങ്ങനെ? 1 കിലോ കൊടുത്താ പോരെന്ന്. ഓ, ആൾക്കാർ കൂടുതൽ ഇടാൻ പറയും. കഷ്ടപ്പാട് അവർക്കറിയത്തില്ല. ശരിയാ. നിങ്ങൾ വന്ന് കണ്ടോണ്ടല്ലോ. ഞാനത് ആലോചിക്കുന്നു. നമ്മൾ ഈ കക്കയിറച്ചി ഇതുപോലെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിന്റെ പുറകിലുള്ള അധ്വാനം കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പോയിക്കോട്ടെ ഞങ്ങൾ. ശരി, അപ്പോൾ താങ്ക് യു ചേച്ചി. കുഞ്ഞുമഞ്ചേട്ടൻ കോമഡിയാണ്. സിനിമയിലെടുത്ത് ഇനി നാളെ മുതൽ പണിക്കൊന്നും പോകണ്ടല്ലോ എന്ന് പറയണം. വിൽപ്പന ഇവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിന്. അപ്പോൾ പിന്നെ പറഞ്ഞു കേട്ടില്ലേ, 10 കിലോ ഉള്ളത് ഒരു 3/4 മണിക്കൂർ കൊണ്ട് മൊത്തം വിറ്റ് തീരുന്നാ പറഞ്ഞേ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെയും പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ ഈ തോടെല്ലാം ഇവിടെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. കക്കയുടെ തോട്. ഇതെന്താ ചെയ്യാ ഇനി? തോടെടുക്കുന്ന പറഞ്ഞാൽ സൊസൈറ്റി ഉണ്ട്, കാവാലം കറുത്ത കക്ക വ്യവസായ സഹകരണമുണ്ട്. കാവാലം കറുത്ത കക്ക വ്യവസായ സഹകരണ സംഘം. അവിടെ മെമ്പർ. അപ്പോൾ മെമ്പർ ടേൺ അനുസരിച്ച് വന്ന് അവരെടുക്കും. അതിനെങ്ങനെ വില കിട്ടുക? അതിന് ഞങ്ങൾക്ക് 58 രൂപ 20 കിലോയ്ക്ക് കിട്ടും, റെഡി കാശ്. 20 കിലോക്ക് 58 രൂപ കിട്ടും. അപ്പം 19 രൂപയുടെ വേറെ വരുന്നുണ്ട്. അതെങ്ങനെ? ഇതിൻ്റെ ഞങ്ങൾ ഇവിടെ കട്ടി അവിടെ പിടിക്കും. അപ്പോൾ ഈ 58-നകത്ത് ഈ 19 കൂടെ കൂട്ടണം. ഓക്കെ. അത് പിന്നെ കിട്ടും. ഓ, അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിൽക്കല് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാന്ന്. പക്ഷേ അങ്ങോട്ട് ഓടാൻ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഏകദേശം 40 മിനിറ്റ് വൺ സൈഡ്, 3/4 മണിക്കൂർ വൺ സൈഡ് ഓടാനുണ്ട്, 3/4 മണിക്കൂർ ഇങ്ങോട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 7 മണി ആകും. അപ്പോൾ രാവിലെ 3:30 മണിക്കൊക്കെ എണീറ്റിട്ട് അപ്പം തുടങ്ങുന്ന പരിപാടികൾ അവസാനിക്കുന്നത് വൈകിട്ട് ഒരു 7-7:30 മണിക്കൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻകം ഇവർക്കുണ്ട്. പക്ഷേ പണി ഇത്രയുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ്, സ്വന്തം പരിപാടിയാണ്, സ്വന്തമായിട്ടുള്ള ഏർപ്പാടാണ്. ഇപ്പോൾ വേറെ ആരുടെയും കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നത് പോലെ വേണം. ഇതിപ്പോൾ ഇന്ന് വയ്യാൻ തോന്നുകയാണെങ്കിൽ ഇന്ന് പോവേണ്ട ആവശ്യമില്ല. അങ്ങനെ അവനവൻ്റെ സൗകര്യത്തിന് എടുക്കാൻ പറ്റുന്നൊരു പണി എന്ന രീതിയിൽ ഇവരെല്ലാവരും ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആണോ? കച്ചവടം കഴിഞ്ഞോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് 1 കിലോ നമ്മുടെ ചിറ്റപ്പം വാങ്ങിച്ചിട്ടുണ്ട്. എത്ര കിലോയുടെ വില? 200 രൂപ. ഓക്കെ ഓക്കെ. അപ്പോൾ പോയിക്കോട്ടെ. വൈകിട്ട് കാണുമല്ലോ അല്ലേ? വൈകിട്ട് അവിടെ കാണും, കടയിൽ കാണും. അങ്ങോട്ട് നോക്കാം. ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അയച്ചു കൊടുത്തേക്കണം അങ്ങോട്ട്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അയക്കാം. അവളെ അങ്ങോട്ട് അയച്ചു എനിക്ക് തന്നു. അപ്പോൾ സന്തോഷം. നിങ്ങളെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ജോലിക്കിടയിൽ നമ്മളെയും കൂടി കൊണ്ടുപോയതിന് ഒരുപാട് താങ്ക്സ്. പോയിക്കോട്ടെ എന്നാ. സന്തോഷം. ഓക്കെ ഓക്കെ ചേച്ചി. ശരി. അപ്പോൾ ചിറ്റപ്പാ പോവാല്ലേ? അപ്പോൾ എന്തായാലും അടുത്തൊരു കുട്ടനാട് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. വരുവാ വണ്ടി വിടുവാ, അങ്ങോട്ട് വരുവാ. അനിയത്തിനെ ഞങ്ങൾ കണ്ടായിരുന്നു. ജോർജ് ഏട്ടൻ്റെ കൂടെ പോയിട്ട് കായലിൻ്റെ നടുവിൽ വാഹനം കൊണ്ട് പോകാൻ പറ്റാത്ത അവരുടെ ഈ വീട്ടിലാണ് കേട്ടോ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അവിടുത്തെ അനുഭവങ്ങളാണ് അടുത്ത വീഡിയോയിൽ.